അപ്പം ഇന്ന് നമ്മൾ കാവശ്ശേരി വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പം ഞാൻ എണീച്ച് പുളിയൊക്കെ കഴിഞ്ഞ് ഒരു കട്ടക്കായ വിളിച്ചിട്ട് ബാക്കി ഭക്ഷണമൊന്നും വെക്കാൻ നിൽക്കില്ല. പിന്നെ പൊന്നൂസിനെയും കൂടെ വിളിച്ചിട്ട് ഈ വരുന്നുണ്ടല്ലോ. അങ്ങനെ പൊന്നൂസിനെ വിളിച്ച് എണിപ്പിച്ചതിന് ശേഷം അടുക്കളയിൽ വന്ന് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതാണ്. അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുകയാണ്. അപ്പോഴേക്കും പൊന്നൂസ് ഇതാ ബ്രഷ് ചെയ്ത് എത്തിയിട്ടുണ്ട്. പിന്നെ എല്ലാം ഷടപടേന്നായിരുന്നു. മോനായിട്ട് എന്താ റെഡി ആയിട്ട് ഫ്രണ്ടിൽ വന്നിരുന്ന ചെരുപ്പൊക്കെ കെട്ടുകയാണ്. വണ്ടി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും എന്താ വണ്ടി എത്തി. അങ്ങനെ എല്ലാവരും വണ്ടിയിൽ കയറി ബാഗുകൾ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം എനിക്കിത് പോസ്റ്റ് ഓഫീസ് വരെ ഒന്ന് പോകണം. ഞാൻ പാലക്കാട് ഡിവിഷനിലെ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് അഡ്വൈസറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ കുറച്ചുകൂടി പൈസ അടയ്ക്കാനുണ്ടായിരുന്നു, അതിനായിട്ട് വന്നതാണ്. അപ്പോൾ ക്യാഷൊക്കെ അടയ്ക്കാനായിട്ട് നിന്നു കേട്ടോ. വണ്ടി താഴത്ത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ലാസ്റ്റ് ഡേറ്റ് അല്ലേ എന്ന് വെച്ചിട്ട് എന്തായാലും ഇത് അടച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അങ്ങനെ വീണ്ടും വണ്ടി എടുത്തു. അങ്ങനെ ഇനി നമ്മുടെ കാവശ്ശേരി വീട്ടിലേക്ക്. അപ്പോൾ കാലത്ത് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്തോ നമ്മൾ ഇറങ്ങേണ്ട സമയമാകുമ്പോഴത്തേക്കും മഴയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കാവശ്ശേരി എത്തിയിട്ടുണ്ട്. എന്താണെന്നറിയില്ല കേട്ടോ, എൻ്റെ സ്ഥലം ഇതുകൊണ്ട് പറയല്ല, നമ്മുടെ കാവശ്ശേരി എത്തിക്കഴിഞ്ഞാൽ വല്ലാത്തൊരു ഫീലാണ്. ഇവിടെ വന്ന് എത്തിയ ഉടനെ പൊന്നൂസ് എല്ലാ ബാഗുകളും കയ്യിലും കാലിലും ഒക്കെ എടുത്ത് തൂക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ടില്ലേ അച്ഛനെ കണ്ട വഴിക്ക് എന്താ പറഞ്ഞെന്നറിയോ, അച്ഛച്ചാ എല്ലാ ബാഗും എൻ്റെ കയ്യിൽ തന്നു വിട്ടു, അവരിതാ സുഖമായി നടന്നു വരണമെന്ന്. വീടെത്തുമ്പോഴേക്കും എന്നെ കുറ്റം പറച്ചിൽ തുടങ്ങി. അങ്ങനെ പുറകെ ഞങ്ങളും വന്ന് കുറ്റം പറച്ചിലൊക്കെ കേട്ടുകൊണ്ടാണ് വന്നത്. കാല് കഴുകിലൊക്കെ കഴിഞ്ഞു, ബാഗൊക്കെ ഇവിടെ എടുത്തു വെച്ചു. അച്ഛനും ഉമ്മർത്തന്നെ ഉണ്ടായിരുന്നു. വിശേഷങ്ങളൊക്കെ ചോദിച്ചു നേരെ പോയത് അടുക്കളയിലേക്കാണ്. വിശന്നിട്ടാണ് എല്ലാവരും എത്തിയത്. ഇവിടെ അമ്മ ദോശയും കടലക്കറിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വന്ന പാടെ പൊന്നൂസ് TV ഓൺ ചെയ്തു. പിന്നെ എല്ലാവരും TVൻ്റെ ചുവട്ടിലായി. മോനേട്ടൻ തറയിലിരുന്നിട്ടാണ് ഭക്ഷണമൊക്കെ കഴിച്ചത്. എല്ലാവരും കൂടെ ചേർന്നിരുന്ന് TVയും കണ്ട് ഭക്ഷണം കഴിച്ച്. അപ്പോൾ ഇതാ മോനേട്ടൻ ഗുളികയൊക്കെ കഴിച്ചു. ഒരു ചെയറും കൊണ്ടുവന്ന് അങ്ങനെ ഇരിപ്പായി. ഇതിനിടയിൽ പൊന്നൂസ് കുളി കഴിഞ്ഞു വന്നു. ഞാനിവിടെ ഉച്ചക്കലേക്കുള്ള കറികളൊക്കെ ഒന്ന് ഉണ്ടാക്കുകയാണ്. സാമ്പാറും പിന്നെ ഒരു തോരനും കൂടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ പൊന്നൂസും വന്ന് നിന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ.